ഇന്നലെ ഞാൻ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന തർക്കങ്ങളെയും വാക്പോരിനെയും കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ പൊങ്കാലയിട്ട ചില സഹാക്കളുണ്ട്. അവർ യാഥാർത്ഥ്യം അറിയാതെയാണ് എന്നെ വിമർശിച്ചത്. അതുപോട്ടെ, കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നടന്നതെന്താ? പിണറായി വിജയനെതിരെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനമാണ് CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. പിണറായി വിജയൻ ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും ഏകാധിപതിയായി പെരുമാറിയെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട സെക്രട്ടറിയാണ് MV ഗോവിന്ദനെന്നും വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെൻഷൻകാരുടെ താവളമായി മാറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാജയപ്പെട്ടു. നിലവിലെ സ്ഥിതി തുടർന്നാൽ പാർട്ടി കേരളത്തിൽ തകർന്നടിയും. N ഷംസീറിനെ മത്സരിപ്പിക്കാതിരുന്നതും KK ശൈലജയെ മണ്ഡലം മാറ്റി പരീക്ഷിച്ചതും കണ്ണൂരിൽ പാർട്ടിയുടെ പരാജയത്തിന് കാരണമായി. ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനും സംസ്ഥാന സെക്രട്ടറിക്കും ഭാര്യമാരെ മത്സരിപ്പിച്ചതിലൂടെ കുടുംബാധിപത്യത്തെപ്പറ്റി സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. കുന്നത്തൂരിലെ കനത്ത പരാജയം CPIയും LDFും എരന്നു വാങ്ങിയതാണെന്ന് അവിടെയുള്ള ഒരു ജനപ്രതിനിധി പറഞ്ഞു. ഇരവിപുരത്തെ തോൽവി പ്രത്യേകം പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ശബരിമല അയ്യപ്പ സംഗമവും സ്വർണ്ണക്കൊള്ളയും ഒക്കെ തിരിച്ചടിയായെന്നും പലരും വിമർശിച്ചു. ഏതായാലും പുതിയ ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും വിശദമായ തുടരന്വേഷണം വേണ്ടിവരുമെന്നുമാണ്. ഭഗവാന്റെ സ്വത്ത് കട്ടെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, തിരുവനന്തപുരത്ത് രണ്ടാമത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളയിൽ വിശദമായ അന്വേഷണം നടക്കുമ്പോൾ പലതും വെളിയിൽ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്വേഷണ സംഘത്തിന് വിട്ടുപോയ കാര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരും. മാത്രമല്ല, അറസ്റ്റ് ചെയ്ത എല്ലാവരും കുറ്റപത്രം പോലും നൽകാതെ പുറത്തു വന്നില്ലേ? ഇതൊക്കെ പല സംശയങ്ങൾക്കും വഴിവെച്ചു. ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം.